ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ തൻ്റെ മുന്നിൽ സ്നേഹം അഭിനയിക്കുകയായിരുന്നു സുശീല എന്നുള്ള വലിയ സത്യം നമ്മുടെ അനുപമ അവിടെ മനസ്സിലാക്കുകയാണ് കേട്ടോ. കുഞ്ഞമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വളരെയധികം ടെൻഷനിലാണ് അനുപമ നിൽക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഇന്ദ്രൻ അങ്ങോട്ട് കടന്നു വരുന്നത്. ഇന്ദ്രനോട് ഇതിനെക്കുറിച്ച് പറയണോ അതോ വേണ്ടിയോ എന്നെല്ലാം ചിന്തിച്ച് ഇന്ദ്രനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രൻ പറയുന്നത്, അനു എന്തായാലും ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. സോന പറഞ്ഞോർത്ത് നീ ടെൻഷൻ ആവണ്ട, പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ നീ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയാം കേട്ടോ. ഇന്ദ്രേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? അതെ, എന്നെ രവി ഇന്ന് ഫോൺ ചെയ്തായിരുന്നു. ഹർഷയുടെ ഹസ്ബൻഡോ? അതെ. എന്നിട്ട് അമ്മ ഈയിടെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹർഷയെ കാണാൻ അവിടെ എത്തുന്നുണ്ടെന്നും എന്തോ ഒരു ഗൂഢാലോചന അവിടെ നടക്കുന്നുണ്ടെന്നും അനുവിനോടൊന്ന് ശ്രദ്ധിക്കണമെന്നും പറയാനാണ് രവി എന്നെ വിളിച്ചത്. അതോടി കേട്ടപ്പം അനുപമ ഒന്നുകൂടി ടെൻഷൻ ആവുകയാണ് കേട്ടോ. ഇന്ദ്രേട്ടാ, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അനു, എൻ്റെ അമ്മ ഇനിയും മാറിയിട്ടില്ല. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ചില കല്ലുകളൊക്കെ എത്രമാത്രം നമ്മൾ തേച്ച് മിനിക്കാലും അതൊന്നും ഒരിക്കലും വിഗ്രഹങ്ങളാക്കാൻ കഴിയില്ലെന്ന്. അതുപോലെ തന്നെയാനു എൻ്റെ അമ്മയും. അമ്മയെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും എത്രമാത്രം സ്നേഹിച്ചിട്ടും ഒരു കാര്യമില്ല. അമ്മ എന്നും അമ്മ തന്നെയാ. അമ്മ വെറും കല്ലല്ല, കരിങ്കല്ലാണ് അമ്മയുടെ മനസ്സെന്ന് പറയാം കേട്ടോ. അത് പറയുമ്പോൾ ഇന്ദ്രൻ്റെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട്. കാരണം തൻ്റെ സ്വന്തം പെറ്റമ്മയെക്കുറിച്ചാണല്ലോ ഇങ്ങനെ അനുവിനോട് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇന്ദ്രേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്നാ? അല്ല അനു, ഇവിടെ ഒന്നും സംഭവിച്ചില്ലേ? ആ അടുക്കളയിൽ വെച്ചുണ്ടായ കാര്യമൊക്കെ അത് നിനക്ക് ഉറപ്പല്ലേ നീ അല്ലാന്ന്? ശരിയാ ഇന്ദ്രേട്ടാ, എനിക്ക് ഉറപ്പാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. പക്ഷേ അത് എൻ്റെ മാത്രം ഉറപ്പല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയതായിക്കൂടെ ഇന്ദ്രേട്ടാന്ന് പറയാൻ കേട്ടോ. അത് കേട്ടത് ഇന്ദ്രൻ പറഞ്ഞു, ഒരിക്കലില്ല അനു, നിൻ്റെ ഉറപ്പ് എൻ്റെയും കൂടി ഉറപ്പാണ്. എനിക്ക് ഉറപ്പാണ് നിനക്ക് ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല എന്ന്. അതുകൊണ്ട് തന്നെ നീയും അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ മതി. ഇനി എല്ലാ കാര്യത്തിലും നീ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അമ്മയെ ഒരിക്കലും വിശ്വസിക്കരുത്. എന്തെങ്കിലും ഒരു പണി അമ്മ നമുക്ക് തരും, അത് ഉറപ്പാണ്. നീ ആയിരിക്കും അമ്മയുടെ ലക്ഷ്യം. അതുകൊണ്ട് നീ സൂക്ഷിക്കണമെന്ന് പറയാൻ കേട്ടോ. അത് കേട്ടതോടുകൂടി അനുപമയുടെ എല്ലാ സന്തോഷവും സമാധാനവും അവിടെ തീരുകയാണ് കേട്ടോ. അപ്പം ഇന്ദ്രേട്ടൻ പറയുന്നത്, ഞാൻ അമ്മയെ കണ്ടതും സ്നേഹിച്ചതുമൊക്കെ തെറ്റായിപ്പോയി എന്നാണോ? വീണ്ടും ഞാൻ എൻ്റെ മനസ്സിൽ അമ്മയ്ക്കൊരിടം കൊടുത്തത് തെറ്റായിപ്പോയോ? അങ്ങനെ തന്നെ പറയേണ്ടി വരും അനു. അമ്മയുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. ഒരിക്കലും അമ്മ മാറി നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയതല്ല. ഇതെല്ലാം അഭിനയമാണ്. ചില സമയത്തൊക്കെ അമ്മ മാറിയതും അമ്മ നിന്നോടും ബാക്കിയുള്ളവരോടൊക്കെ പെരുമാറുന്നതെല്ലാം കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അമ്മയുടെ മനസ്സിൽ ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നല്ലോ എന്നോർത്ത് ഒരുപാട് അഭിമാനിച്ചു അനു. പക്ഷേ ഇപ്പോൾ എനിക്ക് അതെല്ലാം വെറുതെ ആയിരുന്നു എന്ന് അറിയുമ്പോൾ എനിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. നമുക്ക് എന്തായാലും മുന്നോട്ട് പോയേ പറ്റൂ. ഇവരുടെ പ്ലാൻ എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇനിയുള്ള ഓരോ ചുവടും കരുതലോടെയും ശ്രദ്ധയോടെയും വേണമെന്ന് പറയാൻ കേട്ടോ. എന്തായാലും സുശീലയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ ഇന്ദ്രൻ എന്തായാലും CCTV അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അന്ന് ലൈറ്റൊക്കെ മാറ്റി വെക്കാൻ വേണ്ടി ഒരു പയ്യനെ കൊണ്ടുവന്നിരുന്നല്ലോ. ആ ഒരു മറവിലായിരിക്കും ഇന്ദ്രൻ ഇതെല്ലാം സാധിച്ചെടുത്തത്. സുശീലയാണെങ്കിലോ ഇതൊന്നും അറിയാതെയാണ് ഈ കളികളെല്ലാം നടത്തുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയാൽ തന്നെ ഇന്ദ്രൻ എന്തായാലും ആ CCTVയുടെ ഫൂട്ടേജ് വെച്ച് അനുപമയുടെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യും. ഇപ്പം അനുപമയുടെ അടുത്ത് ആ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിലും ഇന്ദ്രന് അമ്മയ്ക്ക് ഒരവസരം കൂടി കൊടുക്കുകയായിരിക്കും. മാത്രമല്ല, ഈ കാര്യം ഇപ്പോൾ പുറത്ത് വിട്ടാൽ അത് എന്താ പറയുക, സന്തോഷത്തെക്കാളും ദുഃഖകരമാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇന്ദ്രൻ ഇപ്പോൾ അത് പുറത്ത് വിടാത്തത്. എന്തായാലും ഇതുപോലൊരു മുൻകരുതലെടുക്കാൻ ഇന്ദ്രന് തോന്നിയത് വളരെ നന്നായി. സുശീലയെ ആരെല്ലാം വിശ്വസിച്ചാലും ഇത്ര നാളും കൂട്ടുനിന്ന ഇന്ദ്രൻ വിശ്വസിച്ചില്ലല്ലോ. അത് തന്നെയല്ലേ സുശീലയ്ക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്പിളി രഘുവിനെ അങ്ങനെ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രഘുവിന് ഒരു ഫോൺ കോൾ വരികയാണ്. ദാസാറാണ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. ഇതെല്ലാം ഒളിഞ്ഞ് കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പിളി. ദാസാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞതും പിന്നെ അമ്പിളി എന്തായാലും ഞാനും വരുന്നുണ്ട് രഘുവേട്ടൻ്റെ കൂടെ എന്നൊക്കെ പറയാം കേട്ടോ. എൻ്റെ പൊന്നമ്പിളി, നിനക്ക് എന്തിനാ കേടാ? നീ എന്തിനാ 24 മണിക്കൂർ എൻ്റെ പിറകെ നടക്കുന്നതെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അമ്പിളി, ഓ ഇന്ദ്രേട്ടനെ അല്ല രഘുവേട്ടൻ പണക്കാരനായതിപ്പം തൊട്ടേ പല മാറ്റങ്ങളും ഉണ്ട്. പാവപ്പെട്ടവനായിരുന്നപ്പോൾ എന്നെ എപ്പോഴും വേണമായിരുന്നു. ഇപ്പം എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാനാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങളുടെ മനസ്സ് മാറിയതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. എൻ്റെ പൊന്നമ്പിളി, ഇപ്പോഴാണ് ഞാനൊന്ന് പച്ച പിടിച്ചത്. അപ്പോഴേക്കും തുടങ്ങിയോ നിൻ്റെ സംശയം? ഞാൻ എന്നും ദരിദ്രനായി കഴിയണം എന്നാണോ നീ ആഗ്രഹിക്കുന്നത്?
അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഭർത്താക്കന്മാരെ നല്ല രീതിയിൽ എത്തണം എന്ന് തന്നെ ഏത് ഭാര്യമാരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ചില ആണുങ്ങൾക്ക് പണവും സമ്പത്തൊക്കെ വന്നു കഴിയുമ്പേ സ്വഭാവം മാറും. അതുപോലെ നിങ്ങളുടെ സ്വഭാവം മാറാതിരിക്കാനാണ് ഞാനിങ്ങനെ കൂടെ നടക്കുന്നതെന്നൊക്കെ പറയാം കേട്ടോ. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? എൻ്റെ കൂടെ വരണോ? എന്നാൽ വേഗം ഒരുങ്ങി പുറപ്പെട്ടോ എന്ന് പറയാം കേട്ടോ. ഓ അങ്ങനെ വേണ്ട. നിങ്ങൾ പറയുന്നത് കേട്ടാൽ തന്നെ കൂടെ വരാൻ തോന്നുമല്ലോ. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കണം എന്നുള്ള രീതിക്കാണ് നിങ്ങൾ പറയുന്നതെന്നൊക്കെ പറയാണ്. അപ്പോഴാണ് പുറത്ത് ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടത് കേട്ടോ. അങ്ങോട്ട് നോക്കിയതും വിനയനാണെന്ന് മനസ്സിലായി. ഓ ഇനിയിപ്പോൾ ഈ നാശം കെട്ടവൻ എന്തിനാണാവോ വരുന്നതെന്ന് രഘു ചോദിക്കാൻ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് പോകുമ്പേ കണിക്ക് പറ്റിയ ആളാണ് വരുന്നത് എന്ന് പറയുകയാണേ. ഇവനെങ്ങാനും കണി കണ്ട് പോയാലേ രഘുവേട്ടൻ്റെ ഈ ദിവസം തന്നെ പോക്കാന്നൊക്കെ അമ്പിളി പറയാം കേട്ടോ. ഞാനെന്തായാലും ഭാനുമ്മയോട് പറഞ്ഞ് അവനെ പുറത്താക്കാൻ അവനോട് പൊക്കോളാൻ പറയാമെന്ന് പറയാം കേട്ടോ. എന്തായാലും അച്ഛൻ ഇവിടെ ഇല്ലയെന്നും അമ്പിളി പറയാണ്. അങ്ങനെ നമ്മുടെ വിനയനാണെങ്കിലോ കയറി വന്നപ്പം തന്നെ കാണുന്നത് ചീരു അയലിൽ ഡ്രസ്സ് ഇടുന്നതാണ് കേട്ടോ. എൻ്റെ ചീരു നീ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചതും ചീരു ഞെട്ടിപ്പോയിട്ടോ. എന്താ നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്നൊക്കെ ചോദിച്ചു ചീരു ദേഷ്യപ്പെടുമ്പോൾ ഇവനവിടുന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ. ചീരുവിനെ കൊണ്ട് രഘുവിൻ്റെയും അമ്പിളീൻ്റെയും ഒക്കെ ഡ്രസ്സൊക്കെ അലപ്പിക്കുകയാണ്. നിങ്ങൾ ഇതുപോലത്തെ പണിയൊക്കെ ചെയ്ത് ഇവിടെ വേലക്കാരിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ അത്ര പണം ഇല്ലാത്തവനൊന്നുമല്ല. എൻ്റെ ഭാര്യയുടെ പ്രസവ ചെലവ് ഞാൻ നടത്തുന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ് കേട്ടോ. അവസാനം സഹികെട്ട് രഘു അകത്തുനിന്ന് ഇറങ്ങി വന്നിങ്ങാട്ട് വിനയനെ അങ്ങോട്ട് തള്ളി മാറ്റുകയുണ്ടോ. അവിടെ ആ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോഴേക്കും അമ്പിളിയും ചീരും കൂടി വന്ന് അയ്യോ രഘുവേട്ട പ്രശ്നം ഉണ്ടാക്കണ്ട, രഘുവേട്ട പൊക്കോ, ഇവനെ ഞങ്ങൾ പറഞ്ഞു വിട്ടോളൂ എന്നൊക്കെ പറയാം കേട്ടോ. എന്നാലും ഇവൻ ഇതന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഭാര്യ ഇവിടെ വെച്ച് കഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് ചിലങ്ക അതിനൊക്കെ നല്ല മറുപടി പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളോടൊക്കെ മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നിങ്ങളെ പണി നോക്കി. എൻ്റെ വീട്ടിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പണിയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയാം കേട്ടോ. ആഹാ നീ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നിൻ്റെ വയറ്റിൽ കിടക്കുന്നത് എൻ്റെ കുഞ്ഞാ. എൻ്റെ മക്കളെ കാണാൻ വേണ്ടി എനിക്കിവിടെ വരാനുള്ള അവകാശം അച്ഛൻ തന്നിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ വിനയൻ. അങ്ങനെ ദേഷ്യം വന്നിട്ട് നമ്മുടെ രഘു വിനയനെ പിടിച്ചൊന്ന് തള്ളുകയാണ് കേട്ടോ. ഉടനെ തന്നെ വിനയൻ എന്ത് ചെയ്യാണ്, തല ഇറങ്ങിയ പോലെ അവിടെ വീഴുകയാണ് കേട്ടോ. രഘുവിനെ ഉടനെ തന്നെ ഇവർ പറഞ്ഞു വിടുകയും ചെയ്തു. രഘു വണ്ടി കയറി പോയിട്ടോ. വിനയനാണെങ്കിലോ അവിടെ ചാരി ഇരുന്നിരുന്ന് അവിടുന്ന് പെട്ടെന്ന് തല ഇറങ്ങി വീണിട്ടോ. ബോധം കെട്ട പോലെ കിടക്കുകയാണ്. ഇവർക്കൊക്കെ പേടിയായിട്ടോ. പോയിട്ട് അമ്പിളി വന്നിട്ട് മുഖത്തൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്വാസമുണ്ട്, എന്നാലും അമ്പിളിക്ക് പേടിയാവും. ഈശ്വര രഘുവേട്ടൻ ഇവ തള്ളിപ്പോയല്ലോ. ഒരു തള്ളലുകൊണ്ടൊന്നും ആരും ചത്തിട്ടൊന്നും ഉണ്ടാവില്ല. ഇവനെ ബോധം പോയതായിരിക്കും. മോള് കുറച്ച് വെള്ളം എടുത്തുണ്ടോ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ചീര് പോയിട്ട് വെള്ളം എടുത്ത് വരികയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ അനന്തമാഷ് വന്നത്. അമ്പിളി ആരാ ഇവിടെ കിടക്കുന്നത്? അച്ഛ ഇത് ഈ വിനയനാന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ അമ്പിളി അനന്തമാഷിനോട് പറയാം കേട്ടോ. അങ്ങനെ അനന്തമാഷ് വേഗം ആ വെള്ളം വാങ്ങിയിട്ട് വിനയൻ്റെ മുഖത്ത് തെളിച്ചപ്പോൾ വിനയന് ചെറുതായിട്ട് ബോധം വരികയാണ്. അതിനുശേഷം വിനയനെ അവിടെ പിടിച്ച് ചാരി ഇരുത്തിയിട്ടോ. അതിനുശേഷം അവന് വെള്ളം കുടിക്കാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ടോ. കഞ്ഞിവെള്ളമൊക്കെ കൊടുത്തിട്ടോ. അതൊക്കെ കുടിച്ചിട്ടും അവനൊരു ബോധം ഇല്ലാത്തവനെ പോലെ ലെക്ക് കെട്ടവനെ പോലെ നടക്കുക. വല്ല കള്ളോ കഞ്ചാവോ ഒക്കെ അടിച്ച് കയറ്റിയതായിരിക്കും. വിനയൻ വെള്ളമൊക്കെ ആർത്തിയോടെ കുടിക്കുന്ന കണ്ടതും ആനന്ദമാഷ് ചോദിക്കുക, വിനയ നിനക്ക് വല്ല ഭക്ഷണം എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാം കേട്ടോ. വല്ലതും കഴിച്ചില്ല ഞാൻ ചത്തുപോകുക അച്ഛാന്ന് വിനയൻ പറയുകയും കൂടി ചെയ്യാം കേട്ടോ. വിനയൻ്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് പാവം തോന്നുന്നുണ്ട് കേട്ടോ. അമ്പിളി ഇവിടെ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് അല്ലേ ചീരു എന്ന് ചോദിക്കാം കേട്ടോ. ഉണ്ടെന്ന് ചീരുവും പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് എടുക്കട്ടെ അച്ഛാന്ന് ചോദിച്ചതും വേണ്ട ഡൈനിങ് ടേബിളിലേക്ക് വെച്ചോ, ഞാൻ ഇവരെയും കൊണ്ട് അങ്ങോട്ട് വന്നോളാം എന്ന് പറയാണ് അനന്തമാഷ് കേട്ടോ. അങ്ങനെ എന്തായാലും വിനയനെ പിടിച്ച് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഈ സമയത്താണ് ചീരുവിനെ ഇവനെ ഇങ്ങനെ അകത്ത് കയറിയതും മാത്രമല്ല ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് അപ്പോൾ ഇവിടെ നടക്കുന്നതെന്നും അങ്ങനെ പല ചിന്തകളും ചീരുവിൻ്റെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. ചീരുവിന് ഈ കാഴ്ചയൊന്നും കാണാൻ വയ്യായിട്ട് ചീരു അപ്പുറത്തേക്ക് പോയിട്ട് ആ ഒരു ചുമരിൽ ചാരി ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുകയാണ് കേട്ടോ. ഇനിയും ഇയാൾ ചീരുവിനൊരു ബാധ്യതയായി മാറുമോ, അതോ വീണ്ടും ഇവിടെ വലിഞ്ഞു കയറാനുള്ള അടവായിരിക്കുമോ, ഇതെല്ലാം നമുക്ക് കണ്ടറിയാം. എന്തായാലും സുശീലയുടെ പ്ലാനും പദ്ധതിയൊക്കെ ഇന്ദ്രനും അനുപമയും അറിഞ്ഞതോടുകൂടി സുശീലയ്ക്ക് ഇതൊരു എന്താ പറയുക വലിയ പ്രശ്നം തന്നെയായിരിക്കും സൃഷ്ടിക്കുന്നത്. അനുപമ പ്രസിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് ആയിരിക്കും ഈ ഒരു കാര്യമൊക്കെ സുശീലയ്ക്ക് ചെയ്യാൻ തോന്നിയത് കേട്ടോ. അനുപമ പ്രസിഡൻ്റ് ആവുകയും താൻ പ്ലാൻ ചെയ്ത പദ്ധതികളൊക്കെ ഫെയിലാവുകയും ചെയ്താൽ സുശീലയ്ക്ക് പ്രാന്താവുന്നുള്ള കാര്യം ഉറപ്പാണ്. വീണ്ടും അടുത്ത കിടിലൻ വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.